നമുക്ക് സൂപ്പർ നെറ്റ് കോട്ടായിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന സാരീസാണ്. 2 സാരീസാണ്. അപ്പം രണ്ട് കോമ്പിനേഷനാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്ന 1990 ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ പാഷൻ വീക്കിലൊക്കെ ഉപയോഗിക്കാനായിട്ട് നല്ലൊരു കോൺസെപ്റ്റാണ്. അപ്പം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. വന്നിരിക്കുന്നത് വൈറ്റിൽ സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. വൈറ്റിൽ ഫുൾ ഇത് സൂപ്പർ നെറ്റ് കോട്ടയാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ഉടുക്കാനും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. സൂപ്പർ നെറ്റ് കോട്ട ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ട്. അതിൻ്റെ 2 ബോർഡേഴ്സും ഇതേപോലെ ബ്ലാക്കിൽ വന്നിരിക്കുന്ന 2 ബോർഡേഴ്സ്. ഇവിടെയും ബോർഡറിൽ ഇതേപോലെ നല്ല ബോർഡറിലേക്ക് വരുമ്പോഴത്തേക്കും ആ വൈറ്റ് എംബ്രോയിഡറി വരും. മുന്താണി വരുമ്പോഴും അതേപോലെ തന്നെ ആ ബ്ലാക്കിൽ വൈറ്റ് എംബ്രോയിഡറി. ഇങ്ങനെയാട്ടോ കളറ്. ഇതാട്ടോ കളറ്. അടിയിൽ ബ്ലൗസ് പീസ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് കളറ്. ബ്ലാക്കിൽ വൈറ്റ് എംബ്രോയിഡറി. എന്നിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതേപോലെ അല്പം കോട്ടൺ ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, വൈറ്റിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് പ്രിൻറ്റ് വരുന്ന ബ്ലൗസ്. നമുക്ക് ഇത് തയ്ക്കണമെങ്കിൽ ഇത് തയ്ക്കാം, അല്ലെങ്കിൽ വെറുതെ ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാൽ മതി. അങ്ങനെ ഉള്ളവർക്ക് ബ്ലാക്ക് ബ്ലൗസ് ഇട്ടാലും മതി കേട്ടോ. ഇതിൻ്റെയും പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഹാഫ് പോർഷനിലാണ് വർക്ക് വരുന്നത്. 1990 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നല്ലൊരു കോൺസെപ്റ്റാണ് സൂപ്പർ നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്നത്. സൂപ്പർ നെറ്റ് കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും. നമുക്ക് സ്റ്റാർച്ച് ഒന്നും ചെയ്യണ്ട, കൂടുതൽ അയൺ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് സൂപ്പർ നെറ്റ് കോട്ട. ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാരിയായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് ടൈം പോയി പെട്ടെന്ന് പോകണം എന്നുള്ളപ്പോൾ ഏറ്റവും ആദ്യം എടുത്തു കൊടുക്കുന്ന സൂപ്പർ നെറ്റ് കോട്ടയാണ്. കാരണം പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും, എന്നാൽ എടുത്താൽ നല്ലൊരു ലുക്കിൽ നിൽക്കുകയും ചെയ്യും. ഇത് വരുമ്പോൾ വൈറ്റിൽ ബ്ലാക്ക് എംബ്രോയിഡറി, എന്നിട്ട് ബോർഡർ വരുമ്പോൾ ഒരു ഗ്രേയിഷ് ബ്ലാക്കിലേക്ക് വരുന്ന ബോർഡർ. മുന്താണിയും അതേപോലെ തന്നെ. അതിൻ്റെ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. വൈറ്റിൽ ഇതേപോലെ ആ ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ഡിസൈൻ വരുന്ന ബ്ലൗസ്. അത് എംബ്രോയിഡറി അല്ല, ഡിസൈനാണ്. അപ്പോൾ ഈ 2 കോൺസെപ്റ്റാണ് നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. 2ൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.